മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ OP ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിൽ പ്രതിഷേധവുമായി ഡോക്ടർമാർ രംഗത്ത്. കുഴിനഖ വേദനയ്ക്കാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഡോക്ടറെ വിളിച്ചു വരുത്തിയത്. ജില്ലാ കളക്ടർക്ക് ഫ്യൂഡൽ മനോഭാവം ആണ് എന്നും ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകുമെന്നുമാണ് KGMOയെ അറിയിച്ചിട്ടുള്ളത്. VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, എപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഡോക്ടറെ കളക്ടർ വിളിച്ചു വരുത്തിയത്? അഭിലാഷ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഡോക്ടറെ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ OP-ലാണ്. അത്യാഹിത ഭാഗം ഉൾപ്പെടെയുള്ള OP ഭാഗമാണ്. ഇതിവിടെ ഈ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരുടെ ക്യൂ ആണ്. വലിയ തിരക്കാണ് എല്ലാ ദിവസവും ഇത്തരത്തിൽ ജനറൽ ആശുപത്രിയിൽ. ഇതിവിടെ മാത്രമല്ല, എല്ലാ OP-കളിലും നമുക്ക് സർജറി OP അടക്കമുള്ള സ്ഥലങ്ങളിലെ ദൃശ്യങ്ങളിലേക്ക് അല്പസമയത്തിനകം പോകാം. ഇത് OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരുടെ തിരക്കാണ്. ഇതുപോലെ എല്ലാ OP-യിലും വലിയ തിരക്കാണ് എല്ലാ ദിവസവും. ഈ ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രിയാണ് ഇവിടെ ഉള്ളത്. ഈ ജനറൽ ആശുപത്രിയുടെ OP-യിൽ നിന്നാണ് കഴിഞ്ഞ ശനിയാഴ്ച ഒരു ഡോക്ടറെ അടിയന്തരമായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് തൻ്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. DMOയോടാണ് ഡോക്ടറെ വിടാൻ കളക്ടർ ആവശ്യപ്പെട്ടത്. വളരെ പരുഷമായി, മോശമായി സംസാരിച്ച്, ഭീഷണി സംസാരിച്ച് വിളിച്ചു വരുത്തിയതാണ് ഡോക്ടർമാരുടെ പരാതി. അങ്ങനെ ഡോക്ടറോട് എത്തുമ്പോൾ വൈകി എന്ന് പറഞ്ഞ് അരമണിക്കൂറിലേറെ ഡോക്ടറെ പുറത്തു നിർത്തിയെന്നും ഈ ഡോക്ടർമാർ പറയുന്നുണ്ട്. വലിയ പ്രതിഷേധം ഡോക്ടർമാർക്കുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കളക്ടറുടെ അസുഖമാണ്. കുഴിനഖ വേദനയ്ക്ക് ഉള്ള ചികിത്സയ്ക്കായാണ് ഇത്തരത്തിലൊരു ഡോക്ടറെ വിളിച്ചു വരുത്തിയത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്ന പരാതിയാണ് ഡോക്ടർമാർക്കുള്ളത്. ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഇതാദ്യമല്ല. 3-4 മാസങ്ങൾക്ക് മുമ്പും ഇതുപോലെ പനിക്കും ജലദോഷത്തിനുമൊക്കെ ഡോക്ടർമാരെ OP-യിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടർ എന്ന പരാതി ഡോക്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ സംഘടന KGMO ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. കളക്ടറുടെ ഫ്യൂഡൽ മനോഭാവം എന്ന പരാതിയാണ് KGMOയ്ക്ക് ഉള്ളത്. നമുക്കറിയാം, ഇവിടെ തിരക്കാണ്. ഇവിടെ തിരക്ക് കാരണം പലപ്പോഴും ആളുകൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് പോലും കാരണമാകുന്നുണ്ട്. ഇങ്ങനെ ഇത്രയധികം തിരക്കുള്ള ജനറൽ ആശുപത്രിയുടെ OP-യിൽ നിന്നാണ് സർജറി OP-യുടെ ഡോക്ടറെ അവിടേക്ക് വിളിച്ചുവെന്നും പരാതിയുണ്ട്. സർജറി OP നമുക്ക് ഇതിന് എതിർവശത്ത് കാണുന്നതാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്കും ഇത് കാഷ്വാലിറ്റി ചേർന്നുള്ള പ്രധാനപ്പെട്ട OP-യാണ്. അരുൺ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ 10:40 ആ ആശുപത്രിയിൽ എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ളത്. മാത്രവുമല്ല, ഇപ്പോൾ കേരളത്തിലൊട്ടാകെ വ്യാപകമായി പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. കടുത്ത ചൂട് ഉണ്ട്. ഉഷ്ണതരംഗത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയായി ആളുകൾ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കളക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ കുഴിനഖ വേദന എന്നതൊക്കെ ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സിപ്പിക്കേണ്ട ഒന്നാണോ? കളക്ടർക്ക് സ്വാഭാവികമായും വിലപ്പെട്ട സമയമാണ്. അദ്ദേഹത്തിൻ്റെ ജോലി സമയം എന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. പക്ഷേ ഒരസുഖം വന്നാൽ ഇത്രയധികം രോഗികൾ കാത്തു നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഡോക്ടറെ പിൻവലിച്ച് എത്തിക്കുക എന്നത് അത് സ്വാഭാവികമായും ഡോക്ടർമാരുടെ വിയോജിപ്പിനപ്പുറത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകേണ്ട ഒരു വിഷയം കൂടിയല്ലേ? തീർച്ചയായും. ഇതാണ് സർജറി OP-യുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. സർജറി OP-യിൽ നിന്നാണ് ഒരു ഡോക്ടറെ എവിടേക്ക് വിളിച്ചു വരുത്തിയതാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന പരാതിപ്പെടുന്നത്. മാത്രമല്ല, അഭിലാഷ്, ജില്ലാ കളക്ടറാണ്, ജില്ലയുടെ സമ്പൂർണ്ണ അധികാരിയാണ്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ ഏത് സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ചെന്നാൽ ഒരു പ്രത്യേക പരിഗണന കിട്ടുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന് 5-10 മിനിറ്റ് കൊണ്ട് ഈ ചികിത്സ പൂർത്തിയാക്കി മടങ്ങാവുന്നതാണ്. അവിടെയാണ് ഒരു ഡോക്ടറെ, ഈ ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഈ ജനറൽ ആശുപത്രി പോലുള്ള ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു ഡോക്ടറെ, ആ ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഡോക്ടർമാരുടെ പ്രധാന പരാതി പലപ്പോഴും ഈ ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്, അധിക ജോലിയാണ്, അമിത ജോലി ഭാരമാണ്. അതിനെതിരെയാണ് പലപ്പോഴും ഡോക്ടർമാർ സമരം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡോക്ടർമാരെയാണ് സ്വാഭാവികമായി വിടുന്ന ഒരു ഡോക്ടർ പോകുമ്പോൾ ഒരു OP-യിലൊക്കെ പലപ്പോഴും ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഒരു ഡോക്ടറെ വിളിച്ചു വരുന്നത്. കളക്ടർക്ക് സ്വാഭാവികമായി ഒരു ആശുപത്രിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ തിരക്കില്ലാത്ത സമയത്ത് ഏതെങ്കിലും ഡോക്ടറെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്യാം. അവിടെയാണ് ഈ തിരക്കേറിയ സമയത്ത് ഒരു ഡോക്ടറെ ഇവിടെ നിന്ന് ജില്ലാ കളക്ടർ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുഴിനഖ ചികിത്സയ്ക്ക് ഇതെല്ലാം ഡോക്ടർമാരുടെ വാദമാണ്, അവരുടെ നിലപാടാണ്. അവർ പറയുന്നത് ശരിയെങ്കിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. ജില്ലാ കളക്ടറുമായി ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം ഒരു മീറ്റിംഗിൽ എന്ന പതിവ് മറുപടിയാണ് ലഭിച്ചത്. സാധാരണ ഈ തിരുവനന്തപുരം ജില്ലാ കളക്ടറെ ഫോണിൽ ലഭിക്കുക അത്ര എളുപ്പമല്ല. അദ്ദേഹം ഫോൺ മാധ്യമങ്ങളുമായൊന്നും ആ രീതിയിൽ സമ്പർക്കപ്പെടുന്ന ആളുമല്ല. എങ്കിലും അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഗൺമാനാണ്, PSO ആണ് ഫോൺ എടുത്തത്. കളക്ടർ മീറ്റിംഗ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാൻ. ഏതായാലും തൽക്കാലത്തേക്ക് നമുക്ക് ഡോക്ടർമാർ പറയുന്നത് വിശ്വസിക്കേണ്ടി വരും. കാരണം അവർ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ പരാതിയുമായി വന്നിട്ടുണ്ട്, വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്.
KGMOയുടെ ജില്ലാ പ്രസിഡന്റിനോട് ഞാൻ നേരിട്ട് സംസാരിച്ചതാണ്. തീർച്ചയായും അത് അരുൺ, സ്വാഭാവികമായും KGMOയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം പ്രതികരിക്കുമ്പോൾ അവർ ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്കത് വിശ്വാസത്തിലെടുക്കേണ്ടി വരും. അപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നോ മറ്റും ഒക്കെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? ഇതുവരെ അങ്ങനൊരു ഇടപെടൽ അവർ വന്നിട്ടില്ല. അല്പസമയം മുമ്പാണ് ഇത് വാർത്തയാകുന്നത്. ഡോക്ടർമാരുടെ വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നതും കുറച്ച് സമയം മുമ്പാണ്. അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടുന്ന. അതിനിടെ ഇതുവരെ അത്തരമൊരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജില്ലാ കളക്ടറാണ്. അദ്ദേഹത്തിന് വലിയ അധികാരമുള്ള, വിപുലമായ അധികാര പരിധിയുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ, ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതിന് അധികാരമുണ്ടോ എന്നൊക്കെ പറയേണ്ടത് റവന്യൂ വകുപ്പും റവന്യൂ മന്ത്രിയുമൊക്കെയാണ്. ജില്ലാ കളക്ടർ ഇത്തരത്തിൽ ഡോക്ടർമാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ കഴിയുമോ? ഒരു അടിയന്തര ആരോഗ്യ സാഹചര്യത്തിൽ ആണെങ്കിൽ ഒരുപക്ഷെ വിളിച്ചു വരുത്താൻ കഴിയും. അത് മാത്രം. പക്ഷേ ഇതുപോലുള്ള നിസ്സാരമായ അസുഖങ്ങൾക്ക് വിളിച്ചു വരുത്തുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതിന് അധികാരമുണ്ടോ എന്ന കാര്യമൊക്കെ ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ തന്നെ ഡോക്ടർമാർക്ക് ഈ VIP ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും VIP ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഡോക്ടർമാർക്ക് അത് വനിതകളാണെങ്കിൽ പോലും മതിയായ സൗകര്യം, അടിസ്ഥാന സൗകര്യം പോലും നൽകുന്നില്ല എന്ന പരാതി ഡോക്ടർമാർക്കുണ്ട്. അതിൻ്റെ ഭാഗമായി പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ പോകാൻ നേരത്തെ ആലോചിച്ചതും തീരുമാനിച്ചതും ഒക്കെയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർ കൂടി ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ രീതിയിൽ ഇടപെടൽ നടത്തുന്നത്. അതാണ് അവരുടെ പ്രതിഷേധം വർദ്ധിപ്പിക്കാൻ കാരണം. ഈ വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോകുമെന്നാണ് KGMOയുടെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ OP ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെയാണ് ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്ന പ്രതിഷേധം ഉയരുന്നത്. കുഴിനക വേദനയ്ക്കാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഡോക്ടറെ വിളിച്ചു വരുത്തിയത് എന്നാണ് ഡോക്ടർമാരുടെ സംഘടന പറയുന്നത്. ജില്ലാ കളക്ടർക്ക് ഫ്യൂഡൽ മനോഭാവം ആണ് എന്നും ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകും എന്നുമാണ് KGMOയെ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. നൂറുകണക്കിന് രോഗികൾ ആണ് രാവിലെ തന്നെ ഈ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിട്ടുള്ളത്. അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനിടയിലാണ് കളക്ടർ ഇത്തരത്തിൽ ഈ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് KGMOയുടെ പ്രതികരണം. നമുക്ക് ആ പ്രതികരണം കൂടി ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടറെയാണ് DMOയെ കളക്ടർ ഓഫീസിൽ വിളിക്കുകയും ഒരു ഡോക്ടറെ അങ്ങോട്ട് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ DMO സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ വിവരം അറിയിക്കുകയും സൂപ്രണ്ടിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഡോക്ടർ പോകുന്നത്. അപ്പം നമുക്കിതിൽ പ്രതിഷേധം അറിയിക്കാനുള്ളത്, ഒരു ഫ്യൂഡൽ മനോഭാവമാണ് ജില്ലാ കളക്ടർ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരോട് കാണിച്ചത്. അതിൽ സംഘടനയ്ക്ക് ശക്തമായ പ്രതിഷേധവും അമർഷവും ഉണ്ട്. കാരണം ഒരിക്കലും ഇതേപോലെ പബ്ലിക് സെർവന്റ് ആയിട്ട് പബ്ലിക്കിനെ സേവ് ചെയ്യുന്ന ഒരാള് വേറൊരു പൊതുജനങ്ങൾക്ക് സേവനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറെ OPയിൽ നിന്ന് വിളിച്ചിറക്കും സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി സ്വവസതിയിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു പ്രവണത ഒരിക്കലും സംഘടന അംഗീകരിക്കുന്നില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടനാ തലത്തിൽ ഉണ്ടാകിയിട്ടുണ്ട്. അത് സംസ്ഥാന തലത്തിലും ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ ഹെൽത്ത് മിനിസ്റ്റർ എന്നിവർക്ക് നമ്മൾ നിവേദനം സമർപ്പിക്കുന്നതാണ് ഈ വിഷയത്തിൽ. കളക്ടർക്ക് കാലിൽ നഖക്കെട്ടിൽ ചെറിയ പഴുപ്പ് വന്നതിന്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. അതിനുവേണ്ടിയാണ് അദ്ദേഹം തിരക്കേറിയ സർജറി OPയിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനം കൊടുത്തുകൊണ്ടിരുന്ന ഡോക്ടറെ ഭീഷണിപ്പെടുത്തി നിർബന്ധപൂർവ്വം DMO വഴി നിർബന്ധപൂർവ്വം സ്വവസതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇത് ആദ്യമായിട്ടാണോ അല്ല സ്ഥിരം ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാകാറുണ്ടോ കളക്ടറുടെ ഭാഗത്തുനിന്ന്? സംഘടന ഈ വിഷയം അറിയുന്നത് ഇന്നലെയാണ്. പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോൾ 3-4 മാസം മുന്നേ ഇതേപോലെ പേരുക്കട മോഡൽ ആശുപത്രി, ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇതേപോലെ സമാനമായ അനുഭവം ഉണ്ടായതായിട്ട് അറിയാൻ സാധിച്ചു. ഓക്കെ ഡോക്ടർ. അത് അന്ന് ഇതുപോലെ ചെറിയ പനിയോ ജലദോഷമോ എന്തോ അസുഖത്തിനാണ്. ഇതേപോലെ എന്ത് അസുഖത്തിനായാലും ശരി ഒരു സിവിൽ സർവന്റ് എന്ന നിലയ്ക്ക് ചേരാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ജില്ലാ കളക്ടർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇതിനോട് ചേർത്ത് നമുക്ക് പറയാനുള്ളത്, സംസ്ഥാന വ്യാപകമായിട്ട് നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർക്ക്, വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് VIP ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മനുഷ്യാവകാശ ലംഘനം ഉൾപ്പെടെയുള്ള ഭക്ഷണവും താമസവും അതുപോലെ തന്നെ ബേസിക് കമ്മ്യൂണിറ്റീസ് ഇല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതിനെതിരെ സംസ്ഥാന വ്യാപകമായിട്ട് KGMOയെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ നിവേദനം സമർപ്പിച്ച് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇതുപോലെ സർക്കാർ ഡോക്ടർമാർ അടിമകളെ പോലെ കാണുന്ന ഒരു പ്രവണത അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തിരുവനന്തപുരം KGMOയ്ക്കുണ്ട്.
ഇതാണ് KGMOയുടെ പ്രതികരണം. വലിയ തോതിൽ ഡോക്ടർമാരെ ഇപ്പോൾ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ചെറിയ അസുഖങ്ങൾക്ക് വേണ്ടി പോലും കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നുള്ളതാണ് ആക്ഷേപം. സമാനമായ സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് KGMOയുടെ പ്രതിനിധി പറയുന്നത്. മാത്രവുമല്ല, ആശുപത്രികളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോഴാണ് പബ്ലിക് സർവന്റ് കൂടിയായിട്ടുള്ള കളക്ടർ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത്, അതായത് വീട്ടിലേക്ക് ഡോക്ടറെ വിളിച്ചു വരുത്തിയത് എന്ന ആക്ഷേപം ആണ് ഡോക്ടർമാരുടെ സംഘടന ഉന്നയിക്കുന്നത്.